ലിറ്ററേച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ് എന്നുള്ള MDC പേപ്പറിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലാതെയുള്ള കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്കൊന്ന് നോക്കാം. ബിൻസ്ലി പിന്നെ പോപ്പുലേഴ്സ് എന്നുള്ള ആ ഒരു പോം ആരാണ് എഴുതിയതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആ പോം എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ GM ഹോപ്കിൻസ് ആണ് കേട്ടോ. ജെറാൾഡ് മാൻലി ഹോപ്കിൻസ് എന്നാണ്. ഹോപ്കിൻസ് ഒരു 19th സെഞ്ചുറി ഇംഗ്ലീഷ് പോയിട്ടാണ്. ഇത് 1879 ഈ പോം എഴുതിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ബിൻസി എന്നുള്ള സ്ഥലത്തുള്ള പോപ്പുലർ ട്രീസ് നശിച്ചുപോയി അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് ആയിപ്പോയി. അതിനെക്കുറിച്ച് മോൺ ചെയ്യാൻ വേണ്ടിയാണ് ഇത് അദ്ദേഹം എഴുതിയത്. ആ ഒരു നാച്ചുറൽ ബ്യൂട്ടിയും ഹാർമണിയും ഒക്കെ നഷ്ടപ്പെട്ടു. അതിൻ്റെ ഗ്രീഫാണ് അദ്ദേഹം ഇവിടെ ഒരു പോയത്തിനകത്ത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിതമാണ് സ്പ്രങ് റിതം എന്ന് പറയുന്നത് കേട്ടോ. അതൊരു മ്യൂസിക്കാലിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നേച്ചർ എന്ന് പറയുന്നത് ഹോപ്കിൻസ് ഒരു ഗോഡിൻ്റെ പ്രസൻസിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷനെതിരെ വന്നൊരു പ്രൊട്ടസ്റ്റ് പോമാണ് കേട്ടോ. ഇനി സർദാർ സരോവർ പ്രോജക്റ്റ് ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഗുജറാത്ത്, ഇന്ത്യയിലാണ് കേട്ടോ. നർമ്മദ റിവറിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡാം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ലാർജ് നർമ്മദ വാലി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. ഇറിഗേഷന് വേണ്ടിയും ഡ്രിങ്കിങ്ങിന് വേണ്ടിയും ഹൈഡ്രോ ഇലക്ട്രിക് പവറിന് വേണ്ടിയും വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ പോലെയുള്ള സ്റ്റേറ്റുകൾക്കെല്ലാം ഇത് ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വെയർ ഡിസ്പ്ലേസ്ഡ് ഫ്രം ദിയർ ഓൺ ലാൻഡ്സ്. അപ്പം ഡെവലപ്മെൻറ്റും ഉണ്ട്, ഈ ഒരു പ്രോജക്റ്റിനകത്ത് ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട്. അതായത് ആളുകളെ അവരവരുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണിത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്മോൾ ടൗൺസ് ആൻഡ് റിവർ എന്നുള്ള പോയത്തിനകത്ത് റിവർ എന്തിനെയാണ് സിംബലൈസ് ചെയ്തിരിക്കുന്നത്? റിവർ എന്ന് വെച്ചാൽ പാസേജ് ഓഫ് ടൈമിനെയും ലൈഫിൻ്റെ കണ്ടിന്യൂറ്റിയാണ് കാണിക്കുന്നത്. അതായത് സ്മോൾ ടൗൺസിൽ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ബോത്ത് ലൈഫ് ആൻഡ് ഡെത്തിനെയാണ്, അല്ലെങ്കിൽ ആ ആളുകളുടെ മെമ്മറി അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിയാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നേച്ചറിൻ്റെ പെർമനൻസ് ആണ് റിവർ കാണിക്കുന്നത്, പക്ഷേ ഹ്യൂമൻ ബീങ്സ് ചേഞ്ച് ചെയ്യുന്നു. ആ വാട്ടറിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് സൈക്കിൾ ഓഫ് ബർത്തിനെയും ഡെത്തിനെയാണ് അത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ റിവർ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആൻസസ്റ്റേഴ്സുമായിട്ട് നമ്മളെ യുണൈറ്റ് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുന്നു. റിവർ ഒരു സൈലൻറ്റ് വിറ്റ്നസ് ആണ് ഹ്യൂമൻ ജോയുടെയും സോറോസിൻ്റെ എല്ലാം. ഇനി എക്കോ ക്രിറ്റിസിസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിറ്ററേച്ചർ ആൻഡ് എൻവയോൺമെൻ്റ് ആണ് എക്കോ ക്രിറ്റിസിസം. ഓക്കെ, 1990s ഇത് എമർജ്ഡ് ആയത്. പിന്നെന്താണ് എക്കോ ക്രിറ്റിസിസം പിന്നെ ചലഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്ന എന്തിനെയാണ്? ഹ്യൂമൻ സെൻറ്റേർഡ് തിങ്കിങ്ങിനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ഒരു റിവറിൻ്റെ ഇമേജ് പഠിച്ചു വെച്ചേക്കണം, സ്മോൾ ടൗൺസ് ആൻഡ് റിവർ എന്നുള്ളതിന് ആ ഒരു വർക്കിനകത്തുള്ള. പിന്നെ ഫുക്കുഷിമ ഡിസാസ്റ്ററിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഫുക്കുഷിമ ന്യൂക്ലിയർ ഡിസാസ്റ്റർ ജപ്പാനിൽ 2011 ഒരു സുനാമിക്ക് ശേഷം ഉണ്ടായ ഒരു കൈൻഡ് ഓഫ് ന്യൂക്ലിയർ ഡിസാസ്റ്റർ ആണ് കേട്ടോ. അത് റേഡിയോ ആക്റ്റീവ് കണ്ടാമിനേഷൻ നടത്തി. അത് ആ ഒരു പിന്നെ ന്യൂക്ലിയർ റിയാക്ടർ പൊട്ടി തകർന്നപ്പോൾ തൗസൻഡ്സ് ഓഫ് റെസിഡൻസ് വെയർ ഇവാക്യുവേറ്റഡ് ഫ്രം ദി നിയർ ബൈ ഏരിയാസ്. ലാർജർ റീജിയൻസ് എന്ന് പറയുന്ന അൺഇൻഹാബിറ്റബിൾ ആയിട്ട് മാറി. സോയിലും സീ വാട്ടറും എല്ലാം കണ്ടാമിനേറ്റഡ് ആയിട്ട് മാറി. സീ ലൈഫും അഗ്രികൾച്ചറും എല്ലാം ലോങ് ടേം ഡാമേജ് സഫർ ചെയ്തു. പിന്നെ എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ ട്രോമ തന്നെ സർവൈവേഴ്സിന് എഫക്റ്റഡ് ആയി കേട്ടോ. ഇനി എന്താണ് NAPM? NAPM എന്ന് വെച്ചാൽ നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെൻറ്റ് എന്നാണ്. അത് ഈ സോഷ്യൽ മൂവ്മെൻറ്റ്സിന് അല്ലെങ്കിൽ എന്താ പറയുക സോഷ്യൽ മൂവ്മെൻറ്റ്സ് അക്രോസ് ഇന്ത്യ ഉണ്ടല്ലോ, അതിനെല്ലാം കൂടി ഒരു ഒത്തൊരുമിപ്പിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ജോയിൻറ്റ് ഗ്രൂപ്പാണ് ഈ NAPM എന്ന് പറയുന്നത്. 1992 ഇത് വന്നത്. ഈ എൻവയോൺമെൻറ്റ് ഇഷ്യൂസ്, ഹ്യൂമൻ റൈറ്റ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നു. നർമ്മദ ബച്ചാവോ ആന്തോളൻ പോലെയുള്ള മൂവ്മെൻറ്റിനെയൊക്കെ NAPM സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കോർപ്പറേറ്റ് കമ്പനീസ് ഒക്കെ വന്ന് എക്കോളജി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യുന്നു അതിനെതിരെയൊക്കെയാണ് ഇത് കൊണ്ടുവന്നത്. പിന്നെ മേധാ പട്കറൊക്കെയാണ് കീ ഫിഗേഴ്സ് ഇൻ NAPM എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ സയൻസ് ഫിക്ഷനെ കുറിച്ചൊരു ഷോർട്ട് സ്പീച്ച് ആയിരുന്നു നിങ്ങളുടെ കഴിഞ്ഞ സെമ്മിൽ, ഫസ്റ്റ് സെമ്മിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പീച്ചിൻ്റെ എന്തറിയണം നിങ്ങൾ? ഒരു ഫോർമാറ്റ് പോലെ അറിയണം. ഇപ്പോൾ സ്പീച്ച് ചോദിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി സ്റ്റാർട്ട് എ സ്പീച്ച് ബൈ ഗ്രീറ്റിംഗ് എവ്രി വൺ. അപ്പോൾ ഒരു ഗുഡ് ആഫ്റ്റർനൂണോ ഗുഡ് മോർണിംഗോ ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഗുഡ് മോർണിംഗ് എവ്രി വൺ. സോ ടുഡേ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് സയൻസ് ഫിക്ഷൻ. അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് എല്ലാവരെയും ഗ്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ വിഷ് ചെയ്തതിന് ശേഷം എന്താണ് അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത്? ഞാൻ ഇനി ഈ സയൻസ് ഫിക്ഷൻ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വാട്ട് എവർ ടോപ്പിക് വിച്ച് ഇസ് ഗിവൺ ഇൻ യുവർ ക്വസ്റ്റ്യൻ പേപ്പർ അതിനെ അവിടെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? സയൻസ് ഫിക്ഷനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ അടുത്ത പ്രാവശ്യം ചോദിക്കണം എന്നൊന്നും ഇല്ല. അതുകൊണ്ട് മിസ് അത് കൂടുതൽ ഡീപ്പായിട്ട് പറയുന്നില്ല. അപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് 4 പാരഗ്രാഫ്സ് ആയിട്ട് പറയുക. പാരഗ്രാഫ് ഡിവൈഡ് ചെയ്ത് തന്നെ എഴുതുക. ഇതൊരു 4 മാർക്ക് ക്വസ്റ്റൻ ആണ്. അപ്പം നിങ്ങൾ എന്തായാലും ഒരു 1.5 പേജസ് എങ്കിലും എഴുതിയിരിക്കണം 4 മാർക്സ് ക്വസ്റ്റിൻ്റെ. അപ്പോൾ സ്പീച്ച് എന്നുള്ളതിൻ്റെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഗ്രീറ്റ് ചെയ്യുക, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് പറയുക. പിന്നെ ടുഡേ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ ടോപ്പിക്കിൻ്റെ പേര് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിനെക്കുറിച്ച് എഴുതുക. ലാസ്റ്റ് എൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സ്പീച്ച് എപ്പോഴും അവസാനം ആളുകൾ എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു താങ്ക് യു നോട്ടിലൂടെയാണ് എൻഡ് ചെയ്യുന്നത് അല്ലേ.
അപ്പോൾ താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി, താങ്ക് യു ഓൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പീച്ച് എൻഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബിൻസി പോപ്പുലേഴ്സിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇമേജറി അല്ലെങ്കിൽ സൗണ്ട് ഡിവൈസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. GM ഹോക്കിൻസിന്റെ ആണ്. അപ്പോൾ അത് പിന്നെ അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന റെപ്പറ്റീഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സൗണ്ടിന്റെ റെപ്പറ്റീഷൻ അവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതായത് സ്പ്രങ് റിതം വരുന്നുണ്ട് അവിടെ. ഓൾ ഫെൽഡ് ആർ ഓൾ ഫെൽഡ് ഇങ്ങനെ പറയുന്നുണ്ട്. ഫെൽഡ് എന്ന് വെച്ചാൽ വീണു എന്നുള്ള മീനിങ്ങിന് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു വേർഡാണ് ഫെൽഡ് എന്ന് പറയുന്നത്. പിന്നെ അലിട്രേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അലിട്രേഷൻ എന്ന് വെച്ചാൽ റെപ്പറ്റീഷൻ, ആ ഒരു സൗണ്ട്സിന്റെ റെപ്പറ്റീഷൻ വരുന്നുണ്ട്. ഫ്രഷ് ആൻഡ് ഫോളോയിങ് ഫോൾഡഡ് റാങ്ക്, ഫു എന്നുള്ള സൗണ്ട് ഇവിടെ കണ്ടോ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അത് മ്യൂസിക്കാലിറ്റി എൻഹാൻസ് ചെയ്യാനാണ്. പിന്നെ ഇമേജസ് എന്ന് പറയുമ്പോൾ എയറി കേജ്, പിന്നെന്താണ് ഷാഡോ ദാറ്റ് സാങ്ക്, പിന്നെ അങ്ങനെയൊക്കെ ട്രീസിന്റെ ഷാഡോയെ കുറിച്ച് പറയാനൊക്കെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ട്രീസിനാണ് എയറി കേജസ് ഉണ്ടെന്ന് പറയുന്നത്, ബ്രാഞ്ചസിനെയാണ് എയറി കേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നാച്ചുറൽ പിന്നെ അതുപോലെ തന്നെ ലൈറ്റിനെയും മൂവ്മെന്റിനെയൊക്കെ ഇത് സെലിബ്രേറ്റ് ചെയ്തിട്ടാണ്, നേച്ചറിന്റെ ലൈറ്റിനെയും മൂവ്മെന്റിനെയൊക്കെ ഇത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പൂവം. സ്പ്രങ് ഋതത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഡിസ്ട്രക്ഷൻ ഓഫ് ട്രീയെ ഇവിടെ പോർട്രേ ചെയ്തിരിക്കുന്നത് സ്പിരിച്വൽ വൂണ്ടായിട്ടാണ്, അല്ലാതെ ഒരു ഫിസിക്കൽ ലോസ് ആയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമൻ ബീങ്സിന്റെ ആക്ഷൻസിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഗ്രീഫുണ്ട്, ഒരു എക്കോളജിക്കൽ വാർണിംഗും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നർമ്മദ ബച്ചാവ് ആന്തോളൻ അല്ലെങ്കിൽ ആ മൂവ്മെന്റിന്റെ സേലിയന്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1980s തുടങ്ങി. സർദാർ സരോവർ ഡാം ആ പ്രോജക്റ്റിനെതിരെയാണ്. മേധാ പട്കറൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. NAPMന്റെ ആ ഒരു ഇൻവോൾവ്മെന്റ് ഒക്കെ പറയുക. കാരണം ആളുകളെ ഡിസ്പ്ലേസ് ചെയ്യുന്നു, എൻവയോൺമെന്റിനെ ഡാമേജ് ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് എൻവയോൺമെന്റിസ്റ്റുകളെല്ലാം ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിന്നത്. റീഹാബിലിറ്റേഷനും കോമ്പൻസേഷനും ഒക്കെ അഫക്റ്റഡ് ഫാമിലീസിന് പിന്നെന്താണ് മേടിച്ചു കൊടുക്കുന്നത് കാര്യത്തിലും ഫാമേഴ്സും ട്രൈബൽസും എൻവയോൺമെന്റിസ്റ്റുകളും എല്ലാം കൂടെ ഒരുമിച്ച് നിന്നൊരു ഫൈറ്റ് ആയിരുന്നു ഇത്. നോൺ വയലന്റ് പ്രൊട്ടസ്റ്റ് മാർച്ചുകളും ഒക്കെ ആയിരുന്നു. ഗാന്ധിയൻ ഐഡിയാസ് ഒക്കെയാണ് ഇവർ കൂടുതൽ യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഫോളോ ചെയ്തത്. പിന്നെ ദി എൻഡ് ഓഫ് ഇമാജിനേഷൻ എന്നുള്ള വർക്കിനകത്ത് അരുന്ധതി റോയുടെ ആ ഒരു ന്യൂക്ലിയർ വെപ്പൺസിനെതിരെയുള്ള ക്രിറ്റിസിസം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ന്യൂക്ലിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു മോറൽ ഫെയിലിയറിനെ കാണിക്കുന്നതെന്നാണ് അരുന്ധതി റോയ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്ന ഡെത്തിനെ കാണിക്കുന്നു, പക്ഷേ അത് നാഷണൽ പ്രൈഡിനെ അല്ല കാണിക്കുന്നതെന്ന് പറയുന്നു. ഇത് ഡെവലപ്മെന്റ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ ആണെന്നാണ് പറയുന്നത്. ഡെവലപ്മെന്റിന്റെ പേരിലാണ് ആളുകൾ കൺട്രീസ് ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നത്, പക്ഷേ അത് ഡിസ്ട്രക്ഷൻ ആണ്. ന്യൂക്ലിയർ ബോംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആന്റി ഹ്യൂമൻ ഇൻവെൻഷൻ എന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. പിന്നെന്താണ് ആ ഒരു വെപ്പൺസ് എന്ന് പറയുന്ന വെപ്പൺസിന് ശരിക്കും ഈ ഇങ്ങനെയുള്ള വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് പീസിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷേ അതൊരു ഹിപ്പോക്രസി ആണെന്നാണ് ഇവർ പറയുന്നത്. അത് അങ്ങനെ അതിനു വേണ്ടിയുള്ളതല്ല കാര്യം. ആ ഒരു വെപ്പൺ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ വാറിന് വേണ്ടിയാണ് എന്നുവെച്ചാൽ ബിക്കോസ് അതിനൊരു ഒട്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ആണ് അത് കോസ് ചെയ്യുന്നത്. പിന്നെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിൽ വിക്ടിംസ് ഫേസ് ചെയ്ത മേജർ ചലഞ്ചസ് 1984 യൂണിയൻ കാർബൈഡ് പ്ലാന്റിലാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഒക്കർ ചെയ്തത്. വിക്ടിംസ് ടോക്സിക് ഗ്യാസ് കൊണ്ട് അപ്പോഴേ അങ്ങ് മരിച്ചു. മീഥൈൽ ഐസോസൈനേറ്റിന്റെ എക്സ്പോഷർ ആയിരുന്നു അവർക്ക് കിട്ടിയത്. റെസ്പിറേറ്ററി പ്രോബ്ലംസും ഐ സ്കിൻ ഡിസീസസും കുട്ടികൾക്ക് ജനിക്കാതിരുന്ന, അതായത് ഗർഭിണിയായിട്ടിരുന്ന അമ്മമാർക്ക് ജനിച്ച കുട്ടികളെല്ലാം ബർത്ത് ഡിഫക്റ്റോട് കൂടിയാണ് ജനിച്ചത്, അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടായിരുന്നു. കുറേ കുട്ടികൾ മരിച്ചുപോയി. പിന്നെന്താണ് ഫാമിലി മെമ്പേഴ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർ ഫിസിക്കലി ഡിസേബിൾഡ് ഒക്കെ ആയിട്ട് മാറി. പിന്നെ എക്കോ ക്രിറ്റിസിസത്തിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എക്കോ ക്രിറ്റിസിസം എന്താണെന്ന് ആദ്യമേ എഴുതിയിട്ട് ഹ്യൂമൻ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി എൻവയോൺമെന്റിനെയാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത്. പിന്നെ രണ്ട് വർക്ക്സിന്റെ പേര് എഴുതുക, രണ്ട് റൈറ്റേഴ്സിന്റെ പേര് എഴുതുക. ഞാനതെല്ലാം ഇതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെന്താണ് എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷനെതിരെയാണ് ഇത് ചലഞ്ച് ചെയ്യുന്നത്. അപ്പം മറ്റേ ബിൻസി പോപ്പുലേഴ്സ് എന്നുള്ള ആ ഒരു GM ഹോക്കിൻസിന്റെ പോമത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഇസ് എ 4 മാർക്സ് ക്വസ്റ്റൻ ആയതുകൊണ്ട് നിങ്ങൾ അതൊക്കെ പറയുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഇതിനകത്തൊരു ഡയറി എൻട്രിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഡയറി എൻട്രി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറിക്കകത്ത് നമ്മൾ ഡയറി എഴുതത്തില്ലേ സാധാരണ. നമുക്കിപ്പോൾ ഒരു ഡയറി ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഡിയർ ഡയറി, ഞാൻ ഇന്ന് രാവിലെ ഇതൊക്കെ ചെയ്തു, ഇന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു, എൻ്റെ ദിവസം ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡയറിക്കകത്ത് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ഡയറിക്കകത്ത് അവരൊരു ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇമാജിൻ യു ആർ എ ക്യാരക്ടർ ഇൻ എ പോം ദാറ്റ് എക്സ്പ്ലോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് നേച്ചർ. സോ അതിനെ ബേസ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള കുഞ്ഞു ടോപ്പിക്സ് അല്ലെങ്കിൽ കുഞ്ഞു ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഡയറിയും സ്പീച്ചും ഒക്കെ എഴുതാൻ ചോദിക്കാം കേട്ടോ.